ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ളൊരു സായി ലീലയെക്കുറിച്ചാണ്. കാരണം ഇത് നടക്കുന്നത് അനന്തറാവു എന്ന് പറയുന്ന ബാബാ ഭക്തനാണ്. അനന്തറാവുവിനെ നമ്മൾ സായി സച്ചരിത്രയിൽ ഒരു അധ്യായത്തിൽ വായിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന് ബാബ നൽകിയ ഒരു അനുഗ്രഹം നമുക്കും അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അനുഗ്രഹമാണ് നമുക്കും കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് അനന്തറാവുവിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഒരിക്കൽ കാക്കാ സാഹിബ് ദീക്ഷിത് അദ്ദേഹം ഭാഗവത പാരായണം ഡെയിലി നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ കാക്കാ സാഹിബ് ദീക്ഷിത് ഭാഗവത പാരായണം നടത്തുന്നു. അതേസമയം ശ്യാമയും കുറച്ച് ഭക്തന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് കാക്കാ സാഹിബ് ദീക്ഷിതിന് ഒരു സംശയം ഉണ്ടാവുകയാണ്. സംശയം ഇതാണ്: നമുക്കൊരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമുക്ക് സദ്ഗുരുവിൻ്റെ ഒരു സഹായം കൂടിയേ തീരൂ എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സദ്ഗുരു നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റുമോ? അങ്ങനെ നിറവേറ്റിയില്ല എങ്കിൽ സദ്ഗുരുവിനോട് നമ്മൾ സർവസ്വ ശരണാഗതി നടത്തുന്നതിൽ എന്താണ് ഫലം എന്നുള്ളൊരു ഡൗട്ട് കാക്കാ സാഹിബ് ദീക്ഷിതിന് വരികയാണ്. അദ്ദേഹം ഈ ഒരു ഡൗട്ട് ശ്യാമയോടായി പറയുന്നു. അന്നത്തെ ദിവസം അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡാണ് ഈ ഒരു ചിന്ത കാരണം. അങ്ങനെ തൊട്ടടുത്ത ദിവസവും വീണ്ടും ഭാഗവത പാരായണം നടക്കുന്ന സമയത്ത് അനന്തറാവു വരികയാണ്. ആ സ്ഥലത്തോട്ട് വരികയും അദ്ദേഹം ശ്യാമയോട് പറയുകയാണ്, ഞാൻ ഇന്നലെ വളരെ ഒരു അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു, അതെനിക്ക് ഇവിടെ പറഞ്ഞേ മതിയാകൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം എന്ന് പറയുന്നത് കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ ഭാഗവത പാരായണത്തിനൊരു തടസ്സമായി മാറുകയാണ് ആ ഒരു സൗണ്ട്. അപ്പം ദീക്ഷിത് ചോദിക്കുകയാണ്, എന്താണ് ശ്യാമ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്യാമ പറയുകയാണ്, അനന്തറാവു ഇന്നലെ വളരെ പ്രത്യേകതകളുള്ള ഒരു സ്വപ്നം കണ്ടുവെന്നാണ് പറയുന്നത്, അത് അദ്ദേഹത്തിന് നമ്മളോടുകൂടി പറയണം എന്നുണ്ട്. അപ്പോൾ ദീക്ഷിത് പറയുകയാണ്, ഞാൻ ഭാഗവത പാരായണം ചെയ്യുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, അത്രയേറെ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അനന്തറാവു ഇത്രയും നേരത്തെ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ സ്വപ്നം എന്നൊന്ന് കേൾക്കാം എന്ന് പറയുന്ന സമയത്ത് അനന്തറാവു പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കാണുകയാണ്. കാണുന്ന സ്വപ്നമെന്ന് പറയുന്നത് വലിയൊരു സ്വർണ്ണ സിംഹാസനത്തിൽ നമ്മുടെ ബാബ ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ തേജസ്സോടുകൂടി ഇരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ആ സ്വർണ്ണ സിംഹാസനത്തിൽ ബാബയെ കാണുന്നത്. അങ്ങനെയുള്ളൊരു ദർശനം ഇതാദ്യമായാണ് ഞാൻ കാണുന്നതും. പക്ഷേ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്വപ്നത്തിൽ എൻ്റെയും ബാബയോടൊപ്പവും ശ്യാമ നിങ്ങളും ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ശ്യാമ വളരെ സന്തോഷിക്കുകയാണ്. ഞാനും ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നല്ലോ, എനിക്കും സ്വപ്നത്തിലും ബാബയോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അനന്തറാവു പറയുകയാണ്, അപ്പോൾ ശ്യാമ എന്നോട് ചോദിക്കുകയാണ്, അനന്തറാവു ഇത്രയും തേജസ്സോടുകൂടി സ്വർണ്ണ സിംഹാസനത്തിൽ ബാബയെ കാണുന്നുണ്ടല്ലോ, നിനക്ക് ബാബയുടെ പാദങ്ങളിൽ വീണൊന്ന് നമസ്കരിച്ചുകൂടെ, അല്ലെങ്കിൽ നിനക്ക് ആ പാദത്തെ ഒന്ന് മുറുകെ പിടിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, എങ്ങനെയാണ് ശ്യാമ ഞാൻ ബാബയുടെ പാദങ്ങളെ പിടിക്കുന്നത്? കാരണം ഇവർ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആഴക്കടലിന് നടുക്കാണ് കേട്ടോ. ബാബയുടെ കാലെന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ നടുക്കും ബാബയുടെ കാല് ആ വെള്ളത്തിനടിയിലുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ശ്യാമ ബാബയോട് പറയുകയാണ്, ബാബ ആ ഭക്തന് ബാബയുടെ കാലിലൊന്ന് തൊട്ട് നമസ്കരിക്കണമെന്നുണ്ട്. ബാബ എന്തുകൊണ്ടാണ് ബാബയുടെ പാദങ്ങൾ ആ ഭക്തന് വേണ്ടി കാണിക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാബ ആ വെള്ളത്തിൽ നിന്നും തൻ്റെ പാദങ്ങൾ നമ്മുടെ അനന്തറാവുവിന് നേരെ നീട്ടുകയും അനന്തറാവു അതിൽ തൊട്ട് നമസ്കരിക്കുകയും ചെയ്തു. ഇതാണ് സ്വപ്നം. പക്ഷേ ഇത് കേട്ട ഉടനെ ദീക്ഷിത്തിന് അദ്ദേഹത്തിന് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. കാരണം അവർ നിന്ന സാഹചര്യമെന്ന് പറയുന്നത് നടുക്കടലിലാണ്, അല്ലെ ആഴക്കടലിൽ. അപ്പോൾ ബാബയുടെ അടുത്ത ഭക്തനായ ശ്യാമ ബാബയോട് ആവശ്യപ്പെട്ട ഉടനെ തന്നെ ബാബ തൻ്റെ പാദങ്ങൾ കാണിക്കുകയും അതിൽ അനന്തറാവുവിന് സ്പർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ദീക്ഷിത് ചോദിച്ച എന്താണ്, ഒരു സദ്ഗുരു നമ്മുടെ ഏറ്റവും ആപത്ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമോ, നമ്മുടെ പ്രാർത്ഥന നിറവേറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദീക്ഷിത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ബാബ ചെയ്തത് എന്താണ്, ദീക്ഷിത്തിൻ്റെ സംശയത്തെ മറ്റൊരാൾ വഴി വളരെ മനോഹരമായിട്ട് തീർത്തു കൊടുക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ ബാബ എപ്പോഴും അങ്ങനെയാണ്, ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമുക്കതിനുള്ളൊരു പരിഹാരം നൽകുന്നത്. പക്ഷേ ഇത് ഇത്രയും സായി സച്ചരിത്രയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് അധ്യായത്തിൽ. പക്ഷേ ഇത് കഴിഞ്ഞുള്ള സംഭവമെന്ന് പറയുന്നത്, ഇത് കേട്ട ഉടനെ ദീക്ഷിത്തിന് വളരെ സന്തോഷമാവുകയും ദീക്ഷിത്തും ശ്യാമയും അനന്തറാവുവും കൂടി നേരെ ദ്വാരകാമയിലേക്ക് പോവുകയാണ് ബാബയെ കാണാൻ വേണ്ടി. ബാബയാണെങ്കിലോ സർവാന്തരയാമിയാണല്ലേ, ഇവരുടെ സംഭാഷണം എല്ലാം ബാബയ്ക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. പോയ ഉടനെ തന്നെ ദീക്ഷിത്തിനോട് ബാബ ചോദിക്കുകയാണ്, ദീക്ഷിത് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം ലഭിച്ചുവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദീക്ഷിത്ത് പോയി ബാബയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. പക്ഷേ ഇവിടെ യഥാർത്ഥ അനുഗ്രഹം ലഭിച്ചതെന്ന് പറയുന്നത് അനന്തറാവുവിനാണ് കേട്ടോ. അനന്തറാവു നിൽക്കുന്ന സമയത്ത് ബാബ അനന്തറാവുവിനെ ബാബയുടെ അരികിലേക്ക് വിളിച്ചിട്ട് ബാബ പറയുകയാണ്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. കാരണം
അനന്തറാവുവിന് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്തൊരു ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥതയോ ഒരു ആരോഗ്യപരമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, മരണത്തോട് വളരെ ഒരു ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ബാബ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാനെന്താ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്, ഇപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എഡിറ്റഡ് വേർഷനാണ്. കാരണം ഒറിജിനൽ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിലുള്ള ഒരു ഫോട്ടോയാണ് ബാബ അനന്തറാവുവിന് കൊടുത്തത്. ബാബയുടെ ഒരു ചിത്രം കൊടുത്തിട്ട് അനന്തറാവുവിനോട് പറഞ്ഞത്, ഇതിൽ നോക്കി നിൻ്റെ ഏതൊരു പ്രോബ്ലവും നിൻ്റെ ഏതൊരു ഭയവും നിനക്ക് ഇതിൽ നോക്കി വളരെ ഓപ്പണായിട്ട് നീ പറയുക. നിനക്ക് എൻ്റെ മനസ്സിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, എന്തൊക്കെ ഭയമാണോ, എന്തൊക്കെയാണോ നിനക്ക് തോന്നുന്നത്, അതെല്ലാം ഓരോ ദിവസവും നീ ഈ ഒരു ചിത്രത്തിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ ഭയങ്ങളും മാറിക്കിട്ടും. അതിൽ പ്രധാനമായിട്ട് ബാബ പറഞ്ഞത് മരണത്തെ ആലോചിച്ചുള്ള ഒരു ഭയം, അത് നിനക്ക് മാറണമെങ്കിൽ നീ ഈ ചിത്രത്തിൽ നോക്കി. കാരണം ഇതൊരു വെറും ചിത്രമല്ല, ഇതിൽ ഞാൻ തന്നെ ഇതിൽ സദാ നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നീ എന്നോടാണ് പറയുന്നത് എന്ന് കരുതി ഈ ഒരു ചിത്രത്തിൽ നോക്കി നിനക്കുണ്ടാകുന്ന എല്ലാ ചിന്തകളും നിനക്ക് ഈ ഒരു ചിത്രത്തിൽ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അത് അനന്തറാവുവിന് ശേഷം അനന്തറാവുവിൻ്റെ എല്ലാ തലമുറകളിലും ആ ഒരു ഫോട്ടോ, ആ ചിത്രം ഇന്നുമുണ്ട് കൂടെ. അപ്പോൾ ഈ ഒരു നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മളിൽ പലർക്കും ഇതുപോലൊരു സ്വഭാവം ഉണ്ടാകാം. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു രോഗാവസ്ഥയിൽ അതൊക്കെ നമ്മൾ ഭയപ്പെടുത്തുന്നത് ആ ഒരു മരണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ വരികയും അതിങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയമെന്ന് പറയുന്നത്, ചിലർക്ക് മരണഭയം ഉണ്ടാകാം, ചിലർക്ക് വന്നിട്ട് രോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചുള്ള ഭയം ഉണ്ടായിരിക്കാം. അങ്ങനെ അകാരണമായ ഭയങ്ങൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയാൽ ഇതേപോലത്തെ ഫോട്ടോ കിട്ടും. അനന്തറാവുവിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഈ ഒരു ചിത്രം എടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് എഡിറ്റഡ് വേർഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിന് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ മൊബൈലിലെങ്കിലും അറ്റ്ലീസ്റ്റ് സൂക്ഷിക്കുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളെയും ഇതുപോലുള്ള ഭയങ്ങൾ അലട്ടുന്ന സമയത്ത് ആ ഒരു ബാബയോട് നോക്കുക. അതൊരു ചിത്രമല്ല, ബാബ തന്നെയാണ് അതിലുള്ളത്. കാരണം അനന്തറാവുവിന് ബാബ കൊടുത്ത സത്യവാക്കാണത്. എപ്പോഴൊക്കെയാണോ നിന്നെ ഭയം വല്ലാതെ അലട്ടുന്നത്, അപ്പോഴൊക്കെ നീ ഇത് നോക്കി എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് ബാബ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാബയുടെ ആ ഒരു സത്യവാക്ക് നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെങ്കിലും ആ ഒരു ചിത്രം ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഭയം നിങ്ങൾ അലട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ബാബിൻ്റെ ഇത് മാത്രമല്ല, നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ആ ഒരു ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഞാനത് എഡിറ്റഡ് വേർഷൻ ഇവിടെ കൊടുക്കാൻ കാരണം, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിലാകണമല്ലോ. അതുകൊണ്ടാണ് ഗൂഗിളിൽ അതേ ചിത്രമുണ്ട്. നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വലിയൊരു ബലം തന്നെയായിരിക്കും. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സൈറാം.